Servus Leute, willkommen nach unserer Deutschkurs. Hello everyone. ഇത് നമ്മുടെ ജർമ്മൻ A1 കോഴ്സാണ്. വെൽക്കം ടു Ed-Gaadi പ്രൈവറ്റ് ലിമിറ്റഡ്. എൻ്റെ പേര് അന്ന മേരി ജോസ്. ഞാനാണ് ഈ കോഴ്സ് ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ജർമ്മനെ പറ്റി നമുക്ക് എന്തറിയാം? ഇംഗ്ലീഷ് പോലെ ഒരു യൂറോപ്യൻ ലാംഗ്വേജാണ് ജർമ്മൻ. ഇംഗ്ലീഷ് ഇവിടെ ഒഫീഷ്യലായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ജർമ്മൻ ഉപയോഗിക്കപ്പെടുന്നില്ല, ശരിയാണ്. പക്ഷെ ജർമ്മൻ ഉപയോഗിക്കുന്നത് ജർമ്മനിയിൽ മാത്രമല്ല, ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡ്, പിന്നെ ഈ ഫ്രാൻസിൻ്റെയും ലക്സംബർഗിൻ്റെയും ഒക്കെ ബോർഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടെങ്കിലും പിടിച്ചു വയ്ക്കാൻ അത് മതി. ഇനി എന്തിനാണ് ജർമ്മൻ പഠിക്കുന്നത്? നമ്മളിപ്പോൾ മാസ്റ്റേഴ്സോ ബാച്ചിലേഴ്സോ പഠിക്കാനായിട്ട് ആഗ്രഹമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ കുറച്ച് ലെവൽ ഓഫ് ജർമ്മൻ അറിഞ്ഞിരിക്കണം. അതായത് നിങ്ങൾ ജർമ്മനിയിലോ ഓസ്ട്രിയയിലോ സ്വിറ്റ്സർലാൻഡിലോ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ. ബിക്കോസ് എല്ലാ യൂണിവേഴ്സിറ്റീസിലും മാൻഡേറ്ററി ആയിട്ട് ഒരു ലെവൽ പറഞ്ഞിട്ടുണ്ട്. ഈ ലെവൽ കംപ്ലീറ്റ് ചെയ്താലേ അവരവിടെ അഡ്മിഷൻ തരത്തുള്ളൂ. അതിന് മിനിമം ക്വാളിഫിക്കേഷനാണ് A1. ഇനി ജോലിക്ക് പോകുന്നവരാണെങ്കിൽ, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സ്കിൽ ലേബറേഴ്സിന് A2 ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് അവിടെ ജോലി കിട്ടും. അതാണ് ഇപ്പോഴത്തെ പുതിയ റൂൾസ് അനുസരിച്ച്. ജർമ്മൻ ലാംഗ്വേജിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇപ്പം ഗ്രാമർ ആണെങ്കിലും വൊക്കാബുലറി ആണെങ്കിലും എല്ലാത്തിനും അവരുടേതായ ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പേര് പ്രൊനൗൺസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് നമ്മുടെ ടെലിഫോൺ നമ്പർ പറയണമെങ്കിലോ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണമല്ലോ. നമ്മുടെ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ആദ്യം അതിൽ നിന്ന് തന്നെ തുടങ്ങാം. സോ ഇംഗ്ലീഷിലെ പോലെ A to Z വരെ നമുക്ക് 26 ആൽഫബറ്റ്സ് ജർമ്മനിലുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞൊരു 3 എണ്ണം കൂടെ ഉണ്ട്, 3 അല്ല 4, സോറി. അപ്പോൾ ഈ ഇത്രയും ആൽഫബറ്റ്സ് ഇംഗ്ലീഷ് പോലെയാണോ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. അതും എല്ലാ ആൽഫബറ്റ്സിനും വ്യത്യാസമില്ല, ചിലതിനൊക്കെ ഉണ്ട്. ഈ ചിലതിനുള്ളത് ഒന്ന് ശ്രദ്ധിക്കാം. A, B, C, D, A, F, G, H, I, J, K, L, M, N, O, P, Q, R, S, T, U, V, W, X, Y and Z. ഒരിക്കൽ കൂടെ ഞാൻ പറയാം. A, B, C, D, A, F, G, H, I, J, K, L, M, N, O, P, Q, R, S, T, U, V, W, X, Y und Z. ഇനി ഇത് ഓർത്ത് വയ്ക്കാനായിട്ട് ഒരു ചെറിയൊരു പാട്ടുണ്ട്. ഇത് ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. A, B, C, D, E, F, G, H, I, J, K, L, M, N, O, P, L, M, N, O, P, Q, R, S, T, U, V, W, X, Y, Z. എൻ്റെ കൂടെ പാടുന്നോ? ഒരു തവണ ട്രൈ ചെയ്ത് നോക്കാം. A, B, C, D, E, F, G, H, I, J, K, L, M, N, O, P, L, M, N, O, P, Q, R, S, T, U, V, W, X, Y, Z. ഓക്കെ, അപ്പോൾ 26 ആൽഫബറ്റ്സ് നമ്മൾ കവർ ചെയ്തു. ഇനി ഒരു 4 കുറിപ്പുകളും കൂടെ ഉണ്ട്. ആ 4 പേരും കൂടെ പരിചയപ്പെടാം. A umlaut, O umlaut, U umlaut, S. ഈ A umlautനെയാണ് A എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത്. O umlautനെ
എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. യു ഉംലൗട്ടിനെ യു. പിന്നെ ഇത് എസെറ്റ്. എസെറ്റ് എന്ന് പറയുമ്പോൾ 2 എസ് എന്നുള്ള ഒരു ശബ്ദമാണ് വരുന്നത്. ഇത് സെറ്റ്. സെറ്റ് കഴിഞ്ഞിട്ടുള്ള 4 ലെറ്റേഴ്സാണ് ആ ഉംലൗട്ട്, അതായത് എ ഉ യു. എ എ യു. പിന്നെ ഇസ് എസെറ്റ്. സോ അടുത്ത സ്റ്റെപ്പ് നമ്പേഴ്സ് പഠിക്കുന്നതാണ്. നമ്പേഴ്സിൽ സാധാരണ പോലെ തന്നെ ഇംഗ്ലീഷ് പോലെ തന്നെ 0 1 2 3 4 5 6 7 8 to 100 1000 10,000 അപ്പോൾ ഇതൊക്കെ പറയാൻ വേണ്ടി അറിയണം. ജർമ്മനിൽ വളരെ വ്യത്യാസമാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ 0നെ നുള്ളെന്നാണ് വെച്ച് തുടങ്ങുന്നത്. 1 1 2 2 3 3 4 4 5 5 6 7 8 9 und 10. 0 1 2 3 4 5 6 7 8 9 und 10. സോ 0 to 10 ഇങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ചേഞ്ച് വരുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ്. 11 12. ഈ 11ഉം 12ഉം ഇവരെ പോലെ തന്നെ 2 വ്യത്യസ്ത പ്രൊനൗൺസിയേഷനാണ്. അത് കഴിഞ്ഞിട്ട് 13 തൊട്ട് ഡ്രൈ സെയിൻ എന്നാണ് പറയുന്നത്. അതായത് 3 + 10. 3 + 10 എന്നാണ് ഇവിടെ പറയുന്നത്. ഡ്രൈ സെയിൻ. 14ന് ഫിയർ സെയിൻ. 15ന് ഫ്യുൻ സെയിൻ. 16ന് സെക്സ് സെയിൻ. സീപ് സെയിൻ. ആക്സ് സെയിൻ. 9 സെയിൻ. 20 വരുമ്പോൾ ശ്രദ്ധിക്കുക, സ്വാൻസിഷ്. സ്വാൻസിഷ്. 11 12 13 14 15 16 17 18 19 und 20. നമ്മൾ 20 വരെ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. അതായത് 20 വരെ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി 20ക്ക് ശേഷം എങ്ങനെയാണ് നമ്പേഴ്സ് പ്രൊനൗൺസ് ചെയ്യുന്നത് നോക്കാം. 20ക്ക് ശേഷം 21 വരുന്നു, 22 വരുന്നു, 23 വരുന്നു, അങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 + 1 ആയിട്ടാണ് പറയുമ്പോൾ 1 and 20 എന്നുള്ള രീതിയിലാണ് ജർമ്മനിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നത്. ein und 20. und എന്ന് പറഞ്ഞാൽ ആൻഡ് എന്നാണ് അർത്ഥം. 21, 22, 23, 24, 25 and so on until 29 and we have 30. Now 30, 40, 50, 60, 70, 80, 90 ഈ നമ്പേഴ്സ് എങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ ആദ്യം ഞാൻ പറഞ്ഞു ഡ്രൈ, ഫിയർ, ഫ്യുൻഫ് ആണ് ഫസ്റ്റ് നമ്പേഴ്സ് വരുന്നത്. ആ നമ്പേഴ്സിൻ്റെ പേര് എഴുതുക, അതിൻ്റെ കൂടെ ഒരു ഐജിയും കൂടെ ചേർക്കുക. അതായത് ഡ്രൈസിഷ്, ഫിയർസിഷ്, ഫ്യുൻസിഷ്, സെക്സിഷ് എക്സെട്ര അപ് ടു 90. എന്നിട്ട് 100 വരുമ്പോൾ 100 എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. 100 എന്നും ഇതിനെ പ്രൊനൗൺസ് ചെയ്യാം. ഇപ്പോൾ 200 ആണെങ്കിൽ എങ്ങനെ വരും? 200. യെസ്. 300 ആണെങ്കിൽ 300. ഇനി 1000 വരുമ്പോൾ 1000 എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. 1000. ഇനി നമുക്ക് നോക്കാം, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഇയേഴ്സ് ഉണ്ടല്ലോ, അവസാനത്തെ ആഡ് ചെയ്യുന്നത്. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അവസാനം 1998 എന്നാണ്. അതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത് നോക്കാം. 1000, 998, 98. 1998. ഇനി ഇതിനെ വേറൊരു രീതിയിലും പ്രൊനൗൺസ് ചെയ്യാം. 1900, 1900, 1998 എന്നും പ്രൊനൗൺസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ലെറ്റേഴ്സ് നോക്കിയായിരുന്നു. ഇനി നമുക്ക് പ്രൊനൗൺസിയേഷൻ നോക്കാം. ഡോയിച്ച് ഔസ്പ്രാഖെ, അതായത് ജർമ്മൻ പ്രൊനൗൺസിയേഷൻ. CHന് ഖ എന്നുള്ള ശബ്ദമാണ് വരുന്നത്. എങ്ങനെ? ഖ.
ഖ. SP വെച്ച് വരുമ്പോൾ ഷ്പ എന്നാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. ഷ്പ ഷ്പ. പുഷ്പ അല്ലെ ഷ്പ. AG ആഘ്. എസ് വവലിനടുത്ത് വരുവാണെങ്കിൽ അതിനെ Z എന്ന ശബ്ദമാണ് വരുന്നത്, ഒരു ബസിങ് സൗണ്ട് Z. ഇനി IEയും EIയുടെയും കേസിൽ IEയിൽ രണ്ടാമത്തെ ലെറ്റർ ഉണ്ടല്ലോ, അതെങ്ങനെയാണോ ഇംഗ്ലീഷിൽ പ്രൊണൗൺസ് ചെയ്യുന്നത് അതുപോലെയാണ് വരുന്നത്. അതാകുമ്പോൾ വി, നീ ആൻഡ് വൈൻ. EIനെ I എന്നും IEനെ E എന്നും ആണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. ഒരു വേർഡ് D വെച്ചാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ T എന്നുള്ള ഒരു ശബ്ദമാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ മോണ്ട്, മൂൺ. മൂൺ എന്ന വാക്കിന് മോണ്ട് എന്നാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതിൽ വി എന്ന് പറയുന്നത് ഹൗ എന്നാണ് അർത്ഥം, നീ എന്ന് പറയുന്നത് നെവർ എന്നാണ് അർത്ഥം, വൈൻ നമ്മൾ കുടിക്കുന്ന വൈൻ തന്നെ. ഇനി ഒരു വവലിന് ശേഷം H വരുന്നുണ്ടെങ്കിൽ അത് സൈലൻ്റ് ആണ്. എയും യുവിൻ്റെയും കോമ്പിനേഷൻ ഔ എന്നാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്, ആസ് ഇൻ ഹൗസ്. ഈ യുവും എ ഉംലൗട്ട് യുവും ഓയ് എന്നാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്, അതായത് ഓയ്. ഫ്രോയിലൈൻ, ഡോയ്ച്ച്. ഡോയ്ച്ച് എന്ന് പറയുന്നതാണ് ജർമ്മൻ. ജർമ്മനിൽ ജർമ്മനെ വിളിക്കുന്ന പേരാണ് ഡോയ്ച്ച്. ആൻഡ് ഫ്രോയിലൈൻ എന്ന ടേം ഫീമെയിൽസ് 18 ഓർ ലെസ് ആയിട്ടുള്ള പ്രായമുള്ള ഫീമെയിൽസിനെ ഫ്രോയിലൈൻ എന്നാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ഇനി ഒരു വാക്ക് ബി വെച്ച് എൻഡ് ചെയ്യുകയാണെങ്കിൽ അതിന് പേഴ്സ് സൗണ്ടാണ് വരുന്നത്. ഫോർ ഇൻസ്റ്റൻസ് ഡീപ്പ്. ഡീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീഫ് എന്നാണ് അർത്ഥം. SCH വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ അതിന് ഷ സൗണ്ടാണ് വരുന്നത്. ഫോർ ഇൻസ്റ്റൻസ് ഇംഗ്ലീഷ്. IG ആണെങ്കിൽ ഇഷ് സൗണ്ടാണ് വരുന്നത്. അത് നമ്മൾ നേരത്തെ നമ്പേഴ്സ് പഠിക്കുമ്പോൾ ഇഷ് സൗണ്ടിലാണ് നമ്പേഴ്സ് എടുത്തത്, അതായത് 9 6 5 ഇനി TION വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ അതിന് സിയോൺ എന്ന് പറഞ്ഞ ശബ്ദമാണ് വരുന്നത്. ഇൻഫോർമാസിയോൺ, നാപ്സിയോൺ. അടുത്ത സെക്ഷൻ ഗ്രീസെ അഥവാ ഗ്രീറ്റിംഗ്സ്. ഏർലി മോർണിംഗ്സിൽ നമ്മൾ ഗുട്ടൻ മോർഗൻ എന്നാണ് വിഷയം. ആഫ്റ്റർനൂൺസിൽ ഗുട്ടൻ ടാഗ്. അതൊരു 11 മണി തൊട്ട് ഒരു 6 മണി വരെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഗുട്ടൻ ടാഗ്. പിന്നെ ഉള്ളത് ഗുട്ടൻ ആബൻഡ്. പിന്നെ രാത്രിയാകുമ്പോൾ ഗുട്ടൻ നാഹ്റ്റ്. സ്യൂസി ട്രോയ്മ എന്ന് പറയുന്നത് നമ്മൾ സ്വീറ്റ് ഡ്രീംസ് എന്നൊക്കെ പറയത്തില്ലേ, അതാണ്. ഗുഡ് ബൈ പറയുമ്പോൾ ഔഫ് വീഡർസെയിൻ. ഔഫ് വീഡർ ഹിയറിനും പറയും, പക്ഷേ വീഡർ ഹിയർ എന്ന് പറയുന്നത് ഫോണിൽ കൂടെ സംസാരിക്കും വേണം. സേ എന്ന് പറഞ്ഞ വേർബ് കാണുക എന്നാണ് അർത്ഥം. വീഡർ എന്ന് പറയുന്നത് കണ്ടിന്യൂ എന്നുള്ളത്, അതുകൊണ്ട് പിന്നെ കാണാം എന്നുള്ള ഒരു അർത്ഥമാണ് അതിൽ വരുന്നത്. വീഡിയോ ഹിയർ എന്ന് പറയുമ്പോൾ കേൾക്കുക, ഹിയർ എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്നാണ്. അപ്പം പിന്നെ കേൾക്കാം എന്നുള്ളൊരു അർത്ഥമാണ് ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ വരുന്നത്. ചൂസ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഇൻഫോർമലായിട്ട് ബായ് പറയുന്നതാണ്. ഇനി ഇത് മൂന്നുമാണ് ഹലോ പറയാനായിട്ട് വയ്ക്കുന്നത്. സാധാരണഗതിയിൽ നമുക്ക് ഹലോ സിമ്പിളായിട്ട് ഹലോ എന്നങ്ങ് പറഞ്ഞാൽ മതി. അല്ല സൗത്തിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ സർവൂസ് എന്ന് വയ്ക്കും. ഗ്രൂസ് ഗോട്ട് എന്നും ഉപയോഗിക്കാറുണ്ട്. ഇനി നോർത്തിലാണ് പോകുന്നതെങ്കിൽ മോയിൻ എന്നാണ് അവർ പറയാറുള്ളത്. ഹലോഷ് എന്നും ഉപയോഗിക്കാറുണ്ട്. ഇതിൽ മോർഗൻ എന്ന് പറയുന്നത് മോർണിംഗ്, ടാഗ് എന്ന് പറയുന്നത് ഡേ, ആബൻഡ് എന്ന് പറയുന്നത് ഈവനിങ്, നഹ്റ്റ് എന്ന് പറയുന്നത് നൈറ്റ്. സ്യൂസെ സ്വീറ്റ്, ട്രോയ്മെ ഡ്രീംസ്. ഇനി നമുക്ക് ഡേയ്സ് ഓഫ് ദ വീക്ക് പഠിക്കാം. സോൺടാഗ്, മോൺടാഗ്, ടീൻസ്ടാഗ്, മിറ്റ്വോക്ക്, ഡോണസ്ടാഗ്, ഫ്രൈറ്റാഗ് und സാംസ്ടാഗ്. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ. ഇനി ഡേയ്സ് ഓഫ് ദ വീക്ക് എന്ന് പറയുമ്പോൾ വീക്ക് എന്നർത്ഥം വരുന്നത് വാക്കാണ് വോഹ.
വീക്സ് എന്ന് പറയുവാണെങ്കിൽ അതിൻ്റെ പ്ലൂറൽ ഫോം വോഹൻ. ഇപ്പോൾ വോഹൻ ടാഗ് എന്തായിരിക്കും? വീക്ക് ഡേ. ആൻഡ് വോഹൻ ടാഗ് ഇംപ്ലൈസ് വീക്ക് ഡേയ്സ്. സോ സോൺടാഗ്, മോൺടാഗ്, Dienstag, Mittwoch, Donnerstag, Freitag und Samstag. ഇനി ഇത് അസോസിയേറ്റ് ചെയ്ത് കുറച്ച് വേർഡ്സ് ഉണ്ട്. അപ്പോൾ ഞാനതിവിടെ എഴുതിയിട്ടിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഡോണർ ആസ് ഇൻ ഡോണസ്റ്റാഗിലെ പോലെ. ഡോണർ എന്ന് പറയുന്നത് തണ്ടറാണ്. തണ്ടർ ഡോണർ ആണെങ്കിൽ ബ്ലിറ്റ്സ് എന്ന് പറയുന്നത് ലൈറ്റ്നിങ് ആണ്. മിറ്റ് ഇൻ ദ മിഡിൽ. സോണ്ണ് സോൺടാഗിലെ പോലെ സോണ്ണ് ദ സൺ. മോൺടാഗിൻ്റെ മോണ്ട് ദ മൂൺ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. മോണ്ട്, സോറി ഇത് ഡി ആണേ. അടുത്തത് സ്റ്റേൺ. സ്റ്റേം എന്ന് പറയുന്നത് സ്റ്റാർ എന്നാണ് അർത്ഥം. ഫ്രൈ എന്ന് പറയുന്നത് ഫ്രീ. ടീൻസ്റ്റ് എന്ന് പറയുന്നത് സർവീസ്. ഹിമ്മൽ ഹെവിൻ. ഹ്യോല് ഹെൽ. മന്ത്സ് അഥവാ മൊണാറ്റ് ഒരു മൊണാറ്റെ. മൊണാറ്റ് എന്ന് പറയുന്നത് സിംഗുലറും മൊണാറ്റെ എന്ന് പറഞ്ഞ പ്ലൂറലും ആണ്. ഇനി മന്ത്സിൽ നമുക്ക് 12 മാസങ്ങളുണ്ട്. ജർമ്മനിയിൽ അത് തന്നെ കേട്ടോ. ഓക്കെ. ജാനുവരിക്ക് യാനുവാർ എന്നാണ് പറയുന്നത്. യാനുവാർ, ഫെബ്രുവാർ, മേർച്ച്, അപ്രിൽ, മെയ്, യൂണി, യൂലി, August, September, Oktober, November und Dezember. Ich wiederhole. എന്ന് വെച്ചാൽ I'll repeat. Januar, Februar, März, April, Mai, Juni, Juli, August, September, Oktober, November und Dezember. ഇയർ എങ്ങനെയാണ് പറയുന്നത്? യാർ. ഇയേഴ്സ് എന്ന് പറയുമ്പം ഒരു ഈയും കൂടെ അവിടെ ആഡ് ചെയ്താൽ മതി. അപ്പം യാരെ.